ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തതാണ് ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ ശരിയായത് നോക്കാം. ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം. ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം. അടുത്തത് വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. പിന്നെ സമയം ഈക്വൽ ടു വേഗത ബൈ ദൂരം ബൈ വേഗത. അപ്പോൾ ശരിയായ ഓപ്ഷൻസ് ഒക്കെയാണ് ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം, പിന്നെ ഏതാണ് വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം, സമയം ഈക്വൽ ടു ദൂരം ബൈ വേഗത. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂള്. അപ്പോൾ നമുക്ക് കുറച്ച് യൂണിറ്റുകൾ നോക്കാം. പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. ഭാരത്തിൻ്റെ യൂണിറ്റാണ് ഏത്? ന്യൂട്ടൺ. അടുത്തത് വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റാണ് ആംബിയർ. മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ. അപ്പോൾ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ന്യൂട്ടൺ എന്തിൻ്റെയാണ്? ന്യൂട്ടൺ ഭാരത്തിൻ്റെ യൂണിറ്റാണ്. അടുത്തത് വാട്ട് പവറിൻ്റെ യൂണിറ്റാണ്. ആംബിയർ എന്തിൻ്റെയാണ്? വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഇനി അടുത്തതാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ. അടുത്തത് ഊർജം, പ്രവൃത്തി, താപം എന്നിവയുടെ യൂണിറ്റാണ് ജൂള്. ഊർജം, പ്രവൃത്തി, താപം എന്നിവയുടെ യൂണിറ്റാണ് ജൂള്. അടുത്തത് ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെഡ്സ്. ആവൃത്തിയുടെ യൂണിറ്റാണ് ഇത് ഹെഡ്സ്. അടുത്ത പോയിന്റ് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് ബാറും. പാസ്കലും എന്താണ്? അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് വാട്ട്, ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് ആംബിയർ, മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ, ഊർജം, പ്രവൃത്തി, താപം എന്നിവയുടെ യൂണിറ്റാണ് ജൂള്, ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ്, അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാറും പാസ്കലും. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ്? ISRO ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. ഇൻകോസ്പാർ ആണ് പിന്നീട് ISRO ആയി മാറിയത്. അപ്പോൾ ISROയുടെ പിൻഗാമിയാണ് ഇൻകോസ്പാർ. അപ്പോൾ ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15-നാണ്. ISRO എന്നാണ് സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15-നാണ്. അടുത്ത പോയിന്റ് ISROയുടെ ആസ്ഥാനമാണ് അന്തരീക്ഷ ഭവൻ, ബംഗളൂരു. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? അന്തരീക്ഷ ഭവൻ, ബംഗളൂരു. അടുത്ത പോയിന്റ് ആപ്തവാക്യമാണ് എന്ത്? ബഹിരാകാശ ശാസ്ത്രം മനുഷ്യരുടെ സേവനത്തിനായി. ISROയുടെ ആപ്തവാക്യമാണ് ബഹിരാകാശ ശാസ്ത്രം മനുഷ്യരുടെ സേവനത്തിനായി. അടുത്ത പോയിന്റ് 2014 ഗാന്ധി സമാധാന പുരസ്കാരവും ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരവും ലഭിച്ച സംഘടനയാണ് ഇത്? ISRO. എന്നാണ്? 2014 കേട്ടോ. 2014 ഗാന്ധി സമാധാന പുരസ്കാരവും ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരവും ലഭിച്ച സംഘടനയാണ് ISRO. അടുത്ത പോയിന്റ് ISROയുടെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായ്. ISROയുടെ ആദ്യ ചെയർമാനാണ് ആര്? വിക്രം സാരാഭായ്. അടുത്ത പോയിന്റ് നിലവിലെ ചെയർമാനാണ് S സോമനാഥ്. 10ാമത്തെ ചെയർമാനാണ്. കൂടാതെ അദ്ദേഹം 5ാമത്തെ മലയാളിയുമാണ് കേട്ടോ. 5ാമത്തെ മലയാളിയുമാണ്. അപ്പോൾ ISROയുടെ ആദ്യത്തെ ചെയർമാനാണ് ആര്? വിക്രം സാരാഭായ്. നിലവിലെ ചെയർമാനാണ് ആര്? S സോമനാഥ്. 10ാമത്തെ ചെയർമാനാണ്. 5ാമത്തെ മലയാളിയാണ്. പിന്നെ ISRO വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് ഏത്? ഭുവൻ. ISRO വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് ISRO. ISROയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് ഇൻകോസ്പാർ. ഇൻകോസ്പാർ ആണ് പിന്നീട് ISRO ആയി മാറിയത്. പിന്നെ സ്ഥാപിതമായത് എന്നാണ്? 1969 ഓഗസ്റ്റ് 15-നാണ്. ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15-നാണ്. ആസ്ഥാനം എവിടെയാണ്? അന്തരീക്ഷ ഭവൻ, ബംഗളൂരു ആണ്. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ, ബംഗളൂരു. അടുത്ത പോയിന്റ് ഇതിൻ്റെ ആപ്തവാക്യമാണ് ബഹിരാകാശ ശാസ്ത്രം മനുഷ്യരുടെ സേവനത്തിനായി. ആപ്തവാക്യമാണ് ബഹിരാകാശ ശാസ്ത്രം മനുഷ്യരുടെ സേവനത്തിനായി. അടുത്ത പോയിന്റ് 2014 ഗാന്ധി സമാധാന പുരസ്കാരവും ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരവും ലഭിച്ച സംഘടനയാണ് ISRO. 2014 ഗാന്ധി സമാധാന പുരസ്കാരവും ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരവും ലഭിച്ച സംഘടനയാണ് ISRO. അടുത്ത പോയിന്റ് ISROയുടെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായ്. നിലവിലെ ചെയർമാനാണ് S സോമനാഥ്. 10ാമത്തെ ചെയർമാനാണ്. അദ്ദേഹം 5ാമത്തെ മലയാളി കൂടെയാണ്. ISRO വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് ഇത്? ഭുവൻ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ കുറച്ച്
പോയിന്റ്സ് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ആകെ ക്രോമസോമുകളുടെ എണ്ണം 46ആണ്. ആകെ നാഡികളുടെ എണ്ണം 43 ജോഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ ക്രോമസോമുകളുടെ എണ്ണം 46ആണ്. ആകെ നാഡികളുടെ എണ്ണം 43 ജോഡിയാണ്. അടുത്ത പോയിന്റ്, ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യം. ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യം. അടുത്ത പോയിന്റ്, ഏറ്റവും കുറച്ചുള്ള മൂലകമാണ് മഗ്നീഷ്യം. ഏറ്റവും കുറച്ചുള്ള മൂലകമാണ് മഗ്നീഷ്യം. അടുത്തത്, ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. ഏറ്റവും ചെറിയ കോശം പുംബീജമാണ്. ഏറ്റവും വലിയ കോശം അണ്ഡം, ഏറ്റവും ചെറിയ കോശം പുംബീജം. അടുത്തത്, ഏറ്റവും നീളം കൂടിയ കോശമാണ് നാഡീകോശം. ഏറ്റവും നീളം കൂടിയ കോശമാണ് ഇത്? നാഡീകോശം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ശരീര ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആകെ ക്രോമസോമുകൾ 46 എണ്ണമാണ്. ആകെ നാഡികൾ 43 ജോഡിയാണ്. അടുത്ത പോയിന്റ്, ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. എന്നാൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ്. ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനും ലോഹം കാൽസ്യവുമാണ്. അടുത്ത പോയിന്റ്, ഏറ്റവും കുറച്ചുള്ള മൂലകം മഗ്നീഷ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറച്ചുള്ള മൂലകം ഏതാണ്? മഗ്നീഷ്യമാണ്. അടുത്ത പോയിന്റ്, ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. ഏറ്റവും ചെറിയ കോശം പുംബീജമാണ്. പിന്നെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? നാഡീകോശമാണ്. അടുത്ത ചോദ്യം, ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എഫ്, പവർ പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? P = 1/f ആണ് ആൻസർ വരുന്നത്. അപ്പോൾ പോയിന്റ്സ് നോക്കാം. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമം അറിയപ്പെടുന്നത് ലെൻസിൻ്റെ പവർ എന്നാണ്. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമം അറിയപ്പെടുന്നത് എന്താണ്? ലെൻസിൻ്റെ പവർ എന്നാണ്. പവറിൻ്റെ SI യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. പവറിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ ആണ്. അടുത്ത പോയിന്റ്, കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവുമാണ്. കോൺവെക്സിൻ്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ പവർ എന്താണ്? നെഗറ്റീവുമാണ്. അടുത്ത പോയിന്റ്, പവർ P = 1/f ആണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും എഫും പവർ പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യമാണ് P = 1/f. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമം അറിയപ്പെടുന്നത് ലെൻസിൻ്റെ പവർ എന്നാണ്. പവറിൻ്റെ SI യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. പവറിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ ആണ്. അടുത്ത പോയിന്റ്, കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ പവറിൻ്റെ ഇക്വേഷനാണ് P = 1/f. അപ്പോൾ 10th പ്രിലിംസിൻ്റെ PYQ റിലേറ്റഡ് ഫാക്ട്സ് സീരീസിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ തീരുകയാണ്. ഇനി അടുത്തതായിട്ട് ഡെയിലി നമുക്ക് സിലബസ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്ക് വീതം കവർ ചെയ്ത് പോവാം. ഒപ്പം നമുക്ക് PYQസും റിലേറ്റഡ് ഫാക്ട്സും കൂടെ കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ടൊരു ടൈമും എഫേർട്ടും കൊടുത്ത് നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ PSC എന്ന ബാലികാറാമലം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ താങ്ക്